ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 ഒരു പുതുപുത്തൻ ഇൻഫോ സീരീസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വഡോദരയില്ല, ഗുജറാത്തിലെ വഡോദര അഥവാ ബറോഡയിലാണുള്ളത്. ഞാൻ ഇവിടുത്തെ റിട്ടയറിംഗ് റൂം ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ചെറിയ വീഡിയോ ചെയ്യുന്നത്. നമുക്കൊന്ന് സ്റ്റേഷനുള്ളിലേക്ക് പോകാം. ഈ മെയിൻ എൻട്രൻസ് വഴി നേരെ കയറി വന്നു കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി ചെക്കിൻ്റെ അടുത്തായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് വേ ടു എയർ കണ്ടീഷൻഡ് റിട്ടയറിംഗ് റൂം എന്നുള്ള ബോർഡ് കാണാം. ഈ ബോർഡ് വഴി മുകളിലോട്ട് വേണം. സെക്കൻഡ് ഫ്ലോറിലാണ് റിട്ടയറിംഗ് റൂം ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് വഴിയുണ്ട്. ഒന്ന് സ്റ്റെയർ കേസ് കയറി പോകാം, അല്ലെങ്കിൽ ഇവിടെ ലിഫ്റ്റ് അവൈലബിൾ ആണ്. ഈ സ്റ്റെയർ കേസ് കയറിയും പോകാം. സ്റ്റെയർ കേസ് കയറി പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ നില വരെ കയറണം, അല്ലെങ്കിൽ പിന്നെ ഈ ലിഫ്റ്റ് വഴി പോകാം. സ്റ്റെയർ കേസ് കയറി വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഫ്ലോറിൽ ഇവിടെ ബോർഡ് കാണാം, സ്റ്റേ ഇൻ എന്ന് പറയും. ഇവിടെ തന്നെയാണ് റിസപ്ഷൻ. എം ദിൻഷാൻ രഞ്ജിത്ത് ഹോട്ടൽസ് ആണ് ഇതിൻ്റെ കോൺട്രാക്ടർ. ഇതാണ് ഇതിൻ്റെ റേറ്റ് കാർഡ്. വളരെ എക്കണോമിക്കലാണ്. നിങ്ങൾ ഡോർമെറ്ററി എടുക്കുന്നതിന് 117 രൂപയുള്ളൂ 3 മണിക്കൂറിന്. ഞാനെടുത്ത ഡീലക്സ് റൂമാണ്. അതിന് 12 മണിക്കൂറിന് 1254 രൂപ. ഓൺലൈൻ IRCTC വഴി റിസർവ് ചെയ്യാം. റിസപ്ഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം നമ്പർ 2. ഇതിലാണ് ഞാൻ തങ്ങുന്നത്. ഞാൻ ഇപ്പോൾ റൂം തന്നിട്ട് അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മുടെ റൂം. നല്ല ഭംഗിയുള്ള റൂമാണ്, നല്ല ക്ലീൻ വലിപ്പമുള്ള റൂമാണ്. എയർ കണ്ടീഷൻഡാണ്. ഇതാണ് നമ്മുടെ റൂം. ഇതിനകത്ത് നല്ലൊരു ഡബിൾ ബെഡുണ്ട്. ഡബിൾ ബെഡ് കൂടാതെ ഇവിടെ ഒരു സോഫ പോലെ, അത്യാവശ്യം വേണമെങ്കിൽ ഒരാൾക്കും കൂടി ഇതിൽ കിടക്കാം. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് കിടക്കാം. എൻ്റെ ബാഗൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അവരിവിടെ കെറ്റിലും അതുപോലെ ചായ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ കാപ്പിപ്പൊടിയും അതുപോലെ പഞ്ചസാരയും ഡയറി ക്രീമും ഒക്കെ. കാപ്പിപ്പൊടിയില്ല, ടീ ബാഗാണ് ഉള്ളത്. TV ഉണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സൗകര്യമുണ്ട്. ഞാൻ 12 മണിക്കൂറിന് അത് ബുക്ക് ചെയ്തിരിക്കുന്നത്. കാര്യം നാളെ ഉച്ചയ്ക്ക്, ഇന്ന് ഉച്ചയ്ക്ക് എന്ന് പറയാം, ഇന്ന് ഉച്ചയ്ക്ക് ഞാനിപ്പോൾ ഇവിടുന്ന് പോകുള്ളൂ. അപ്പോൾ അതുവരെ ഞാനിത് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫ്രിഡ്ജൊക്കെ ഉണ്ട്. സംഭവം ഉണ്ട് ഇതിനകത്ത്. ഇത് ഡീലക്സ് റൂമാണ്. ഇതൊരു ഡീലക്സ് റൂമാണ്, ഡബിൾ ബെഡ് റൂം. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ പോലെ ഉണ്ട്. അത് കൂടാതെ ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റ് വലിയ വലിപ്പമില്ല, ഒരു സാധാരണ ടോയ്ലറ്റിൻ്റെ വലിപ്പമൊക്കെ ഉള്ളൂ. നല്ല വൃത്തിയുണ്ട്, പക്ഷേ ഡ്രൈ ആണ്. ഹീറ്ററും ഉണ്ട് ഇതിനകത്ത് തന്നെ. വെളുപ്പിന് വേണമെങ്കിൽ ചൂടുവെള്ളം കിട്ടും. പിന്നെ ഇവിടെ നേരെ പുറത്തോട്ട് റെയിൽവേ സ്റ്റേഷൻ ആണ് കാണുന്നത്. പ്ലാറ്റ്ഫോംസാണ് നേരെ നോക്കിയാൽ. അപ്പോൾ രാത്രി മൊത്തം അനൗൺസ്മെൻറ്റിൻ്റെ ശബ്ദമൊക്കെ ഉണ്ട് ഇവിടെ. ഇത് ഗ്ലാസ് അടച്ചിട്ടുണ്ട്, അതുകൊണ്ട് ശബ്ദം കുറവായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള സംഭവം. മൊത്തത്തിൽ സംഭവം സെറ്റാണ്, കളറാണ്. ഇനി ഇവിടെ ഡോർമെറ്ററി ഫെസിലിറ്റി ഉണ്ട്. നാളെ പകൽ ഡോർമെറ്ററി ഫെസിലിറ്റി ഉള്ളിൽ കാണിക്കാൻ പറ്റി ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ മഹാരാജാ സൂട്ട് എന്ന് ഇതിനെക്കാട്ടും വലുത് പറഞ്ഞുകൊണ്ടുണ്ട്. മഹാരാജാ സൂട്ട് അവൈലബിൾ ആയിരുന്നില്ല, ആദ്യം ഞാൻ അത് ബുക്ക് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ ഇവിടെ ഡോർമെറ്ററി ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഡോർമെറ്ററി ഫെസിലിറ്റി ഉൾവശം ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇത് ക്യാബിൻ ടൈപ്പ് ഡോർമെറ്ററിയാണ് ഞാനൊന്ന് കണ്ടപ്പോൾ. ഇതാണ് ഡോർമെറ്ററീസ്. പാലക്കാടുള്ള പോലെ തന്നെയാണ്. ഇവിടെ ആയിട്ട് ടോയ്ലറ്റും ഉണ്ട്. അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ ഈ റിട്ടയറിംഗ് റൂമിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഫ്യൂച്ചർ വീഡിയോസ് ഇനിയും നമ്മുടെ വീഡിയോസ് കാണട്ടെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് രേഖപ്പെടുത്തുക, ഫീഡ്ബാക്ക് രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ ഇതിൻ്റെ ഇൻഫോർമേറ്റീവ്സ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനുകളെല്ലാം തന്നെ ഇങ്ങനത്തെ റിട്ടയറിംഗ് റൂംസ് അവൈലബിൾ ആയിരിക്കും. ചിലതൊക്കെ ഓൺലൈൻ IRCTC വെബ്സൈറ്റ് വഴി rr.irctc.co.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാൻ പറ്റും. ചിലത് നമ്മൾ സ്റ്റേഷനിൽ പോയി കാശ് കെട്ടി ബുക്ക് ചെയ്യേണ്ടതുണ്ട്. IRCTC വഴി ബുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഇത് IRCTC റണ്ണാണ്. IRCTC റൺ റിട്ടയറിംഗ് റൂംസ് കുറച്ചുകൂടി ക്ലീൻ ആയിരിക്കും റെയിൽവേ റണ്ണിനെക്കാട്ട് വെച്ച് നോക്കുമ്പോൾ. ഇത് IRCTC ഓപ്പറേറ്റ് ചെയ്യുന്ന റിട്ടയറിംഗ് റൂമാണ്. ഇനി ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ്. ബൈ.